അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ 5 അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് അവസാന നിമിഷം നാവിലും ഹൃദയത്തിലും കലിമ ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ മരണസമയത്ത് ഈ മഹാഭാഗ്യം അഥവാ ഹുസ്നുൽ ഖാത്തിമ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ജീവിതകാലത്ത് നാം ചെയ്യുന്ന ചില നല്ല ശീലങ്ങളാണ് ആ സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് തുണയാകുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മരണസമയത്ത് കലിമ ചൊല്ലാൻ ഭാഗ്യം ലഭിക്കുന്ന 5 വിഭാഗം ആളുകൾ ആരാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നിങ്ങളിൽ ഈ ശീലങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ വിഭാഗം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ജീവിതത്തിൽ യാതൊരുവിധ ശിർക്കും, അതായത് അള്ളാഹുവിന് പങ്കു ചേർക്കൽ കലർത്താതെ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിച്ച് ജീവിക്കുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ യഥാർത്ഥ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഇങ്ങനെയുള്ളവർക്ക് മരണസമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും കലിമ ചൊല്ലാനുള്ള തൗഫീഖും ലഭിക്കും. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്നവരാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം നാവ് എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റുകൾ കൊണ്ട് ഈർപ്പമുള്ളതാക്കി മാറ്റിയവർ. ജീവിതകാലത്ത് ദിക്റുകൾ ചൊല്ലി ശീലിച്ച ഒരാൾക്ക് മരണക്കിടക്കയിൽ ബോധം മറയുമ്പോഴും നാവിൽ സ്വാഭാവികമായി വരുന്നത് ആ ശീലിച്ച കലിമ തന്നെയായിരിക്കും. മൂന്നാമത്തെ വിഭാഗം തൗബ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. മനുഷ്യനെന്ന നിലയിൽ തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ വന്നുപോകുന്ന തെറ്റുകളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരാവുകയും അപ്പോൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. എപ്പോഴും ശുദ്ധിയോടെയും പാപമോചന പ്രാർത്ഥനകളോടെയും ജീവിക്കുന്ന ഇത്തരം ആളുകളെ മരണസമയത്ത് അള്ളാഹു അനുഗ്രഹിക്കും. നാലാമത്തെ വിഭാഗം ജമാഅത്ത് നിസ്കാരം പതിവാക്കിയവരാണ്. 5 വഖ്ത് നിസ്കാരം കൃത്യസമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ. ജീവിതത്തിൽ നമസ്കാരത്തിന് 1-ാം സ്ഥാനം നൽകുന്ന ഇത്തരം വിശ്വാസികൾക്ക് മരണസമയത്ത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകുകയും കലിമത്തു തൗഹീദ് നാവിലേക്ക് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. ഇനി 5-ാമത്തെ വിഭാഗം ദാനധർമ്മങ്ങൾ പതിവാക്കിയ ആളുകളാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കുകയും തനിക്കുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. രഹസ്യമായി നൽകുന്ന സ്വദഖ അള്ളാഹുവിൻ്റെ കോപത്തെ ഇല്ലാതാക്കുകയും ദുർമരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് നല്ല ഒരു മരണം അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കണം. മരണം എപ്പോഴാണ് നമ്മെ തേടി വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ ശ്രമിക്കുക. അവസാനം കലിമത്തു തൗഹീദ് ചൊല്ലി പുഞ്ചിരിയോടെ മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.